അടുത്തത് ഒരു ഡെഫിനിഷൻ ആണ് ഹാമിൽട്ടോണിയൻ ഗ്രാഫ്സ്. എ ഗ്രാഫ് ഈസ് കോൾഡ് ഹാമിൽട്ടോണിയൻ ഇഫ് ഇറ്റ് ഹാസ് എ സ്പാനിങ് സൈക്കിൾ. എന്താണ് ഒരു ഗ്രാഫിന് ഹാമിൽട്ടോണിയൻ ഗ്രാഫ് എന്ന് പറയണമെങ്കിൽ അതിനെന്ത് വേണം? ഒരു സ്പാനിങ് സൈക്കിൾ വേണം. എന്താണ് സ്പാനിങ് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സൈക്കിൾ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് എപ്പോഴാണ് ഒരു സ്പാനിങ് സൈക്കിൾ ആവുക? ഒരു ഗ്രാഫിന്റെ എല്ലാ വെർട്ടിസസും ആ ഒരു സൈക്കിളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സ്പാനിങ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഗ്രാഫ് ഈസ് കോൾഡ് ഹാമിൽട്ടോണിയൻ. എപ്പോഴാണ് ഹാമിൽട്ടോണിയൻ എന്ന് പറയാം? ഇറ്റ് ഹാസ് എ സ്പാനിങ് സൈക്കിൾ. എ സ്പാനിങ് സൈക്കിൾ ഓഫ് എ ഗ്രാഫ് ജി വെൻ ഇറ്റ് എക്സിസ്റ്റ് ഈസ് കോൾഡ് ഹാമിൽട്ടൺ സൈക്കിൾ അല്ലെങ്കിൽ ഹാമിൽട്ടോണിയൻ സൈക്കിൾ എന്നും പറയാറുണ്ട്. അപ്പോൾ ഒരു സ്പാനിങ് സൈക്കിൾ ഉണ്ടെങ്കിൽ എന്താണ്? അതൊരു ഹാമിൽട്ടൺ ഗ്രാഫായി മാറി. എ ഗ്രാഫ് ജി ഈസ് കോൾഡ് ട്രേസബിൾ ഇഫ് ഇറ്റ് ഹാസ് എ സ്പാനിങ് പാത്ത് ഓഫ് ജി. എന്താണ്? ഒരു സ്പാനിങ് പാത്ത് ഉണ്ടെങ്കിലാണ് എന്ത് പറയാ? ഹാമിൽട്ടോണിയൻ ട്രേസബിൾ എന്ന് പറയാം. ഒരു ഗ്രാഫ് ട്രേസബിൾ എന്ന് പറഞ്ഞാൽ ഒരു സ്പാനിങ് പാത്ത് വേണം. പാത്ത് എന്താണെന്ന് നമുക്കറിയാം അല്ലെ? ഒരു വെർട്ടെക്സ് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അത് റിപ്പീറ്റ് ചെയ്യാത്ത രീതിയിൽ പോകുന്ന ഒരു വാക്കിനെയാണ് നമ്മൾ പാത്ത് എന്ന് പറയാം. അത് ട്രേസബിൾ എന്ന് എപ്പോഴാണ് പറയാം? സ്പാനിങ് പാത്ത് ആവണം. അതായത് അതിലെ എല്ലാ വെർട്ടിസസും അത് കണ്ടെയ്ൻ ചെയ്യണം. എ സ്പാനിങ് പാത്ത് ഓഫ് ജി ഈസ് ഓൾസോ കാൾഡ് ഹാമിൽട്ടോണിയൻ പാത്ത് അല്ലെങ്കിൽ ഹാമിൽട്ടൺ പാത്ത് എന്നും പറയാറുണ്ട്. ഇതിന് എക്സാമ്പിൾ നോക്കൂ. ഈ ഒരു ഗ്രാഫ് എന്താണ്? ഹാമിൽട്ടോണിയൻ ഗ്രാഫാണ്. കാരണം എന്താ? ഇത് എല്ലാ സൈക്കിൾസും കണ്ടെയ്ൻ ചെയ്യുന്ന രീതിയിലുള്ള എല്ലാ വെർട്ടെക്സും കണ്ടെയ്ൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സൈക്കിൾ നമുക്ക് കിട്ടും. അതായത് എന്ത് കിട്ടും? ഒരു സ്പാനിങ് സൈക്കിൾ നമുക്ക് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു ഗ്രാഫിലോ എല്ലാ വെർട്ടെക്സും ഒന്നുകിൽ ഇങ്ങനെ ഒരു സൈക്കിൾ ആവാം അല്ലെ? അപ്പോൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു സൈക്കിൾ ആവാം. പക്ഷെ എല്ലാ ഇതും കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സൈക്കിൾ നമുക്ക് എന്ത് കിട്ടില്ല? ഇതിൽ നിന്ന് കിട്ടില്ല. അപ്പൊ ഇതെന്തല്ല? നോൺ ഹാമിൽട്ടോണിയൻ ആണ്. പക്ഷെ എന്താണ്? ട്രേസബിൾ ആണ്. കാരണം ഒരു പാത്ത് നമുക്ക് എല്ലാ ഇതും കൂടെ ചെയ്യുന്ന ഒരു പാത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? എല്ലാ വെർട്ടെക്സും കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു പാത്ത് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് ഇതെന്താണ്? ട്രേസബിൾ ഗ്രാഫ് ആണ്. പക്ഷെ എന്തല്ല? ഹാമിൽട്ടോണിയൻ ഗ്രാഫ് അല്ല. ഇനി നേരത്തെ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി നോക്കാൻ പറഞ്ഞ ഹാമിൽട്ടൺ അറൌണ്ട് ദ വേൾഡ് എന്ന് പറയുന്ന ഗെയിം നിങ്ങളുടെ അടുത്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഈ ഗെയിം എന്നുള്ളതിന്റെ ഉദ്ദേശം, അതിന്റെ സൊല്യൂഷനും അത് നിങ്ങളോട് ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് വരാൻ പറഞ്ഞായിരുന്നു. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്.